നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ക്ലബ് ഫുട്ബോൾ കഴിഞ്ഞു തൽക്കാലത്തേക്ക് കേട്ടോ. കാരണം യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ സീസണൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് ഇതാ വരാനിരിക്കുന്നു. എന്നാൽ പോലും തൽക്കാലത്തേക്ക് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് പോവുകയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ യൂറോപ്പിൽ യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം സൗത്ത് അമേരിക്കയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കും. 2 റൗണ്ട് മത്സരങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ നടക്കുക. ഇപ്പോൾ സൗത്ത് അമേരിക്കയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ സ്ഥിതിവിശേഷം പറഞ്ഞാൽ അർജൻറ്റീന മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിട്ടുള്ളൂ. ഇനി 5 ടീമുകൾക്ക് കൂടി നേരിട്ട് യോഗ്യത ലഭിക്കും. അപ്പോൾ ടോട്ടൽ 6 ടീം എന്തായാലും അടുത്ത വേൾഡ് കപ്പിൽ സൗത്ത് അമേരിക്കയിൽ നിന്നുണ്ടാകും. ഈവൻ 7ാമത്തെ ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരവും ഉണ്ടാകും. ആകെ 10 ടീമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് മിക്ക ടീമുകൾക്കും യോഗ്യത കിട്ടും എന്നർത്ഥം. പക്ഷേ അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ആരൊക്കെ ഉണ്ടാകുമെന്നത് ഉറപ്പാവാൻ. ഒന്നാമത് അർജൻറ്റീന 14 കളി 31 പോയിൻ്റ് ഉറപ്പിച്ചു. രണ്ടാമത് ഇക്കഡോറാണ് ഇപ്പോൾ ഉള്ളത്, 14 കളി 23 പോയിൻ്റ്. ഉറുഗ്വായി, ബ്രസീൽ എന്നീ ടീമുകൾക്ക് 14 കളികളിൽ നിന്ന് 21 പോയിൻ്റാണുള്ളത്. ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉറുഗ്വായ് 3ഉം ബ്രസീൽ 4ഉമാണ്. പരാഗ്വയ്ക്ക് 14 കളി 21 പോയിൻ്റ് 5ാം സ്ഥാനമാണ്. കൊളംബിയ 14 കളി 20 പോയിൻ്റ് 6ാം സ്ഥാനമാണ്. ഇതാണ് നിലവിലെ ആദ്യ 6-ലുള്ളവർ. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് കിടിലൻ മത്സരങ്ങൾ വരികയാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വമ്പൻ പോരാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ മാച്ച് ഡേ 15 ആദ്യം നടക്കുന്നത്. ജൂൺ 5 ആ കളികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജൂൺ 6 പുലർച്ചെ കളികൾ നടക്കുമെന്നർത്ഥം. 4:30 പുലർച്ചെ 4:30 പരാഗ്വേ വേഴ്സസ് ഉറുഗ്വായ് മത്സരവും ഇക്കഡോർ വേഴ്സസ് ബ്രസീൽ മത്സരവും ജൂൺ 6 പുലർച്ചെ 4:30. അന്ന് രാവിലെ 6:30 ചിലി അർജൻറ്റീനയ്ക്കെതിരെ കളിക്കുന്നത്. സോ അർജൻറ്റീനയുടെ കളിയുള്ളതും അന്ന് തന്നെയാണ്, ജൂൺ 6 പുലർച്ചെയാണെന്നർത്ഥം. ജൂൺ 7 പുലർച്ചെ 2 മണിക്കാണ് കൊളംബിയ വേഴ്സസ് പെറു മത്സരം. അന്ന് പുലർച്ചെ 3:30 വെനിസ്വല വേഴ്സസ് ബൊളീവിയ പോരാട്ടം. അത് കഴിഞ്ഞിട്ട് മാച്ച് ഡേ 16 ജൂണിൽ തന്നെ നടക്കുന്നുണ്ട്. ജൂൺ 10 ആ കളികൾ. ജൂൺ 10 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജൂൺ 11 പുലർച്ചെ 1:30 ബൊളീവിയ വേഴ്സസ് ചിലി പോരാട്ടം. പിന്നാലെ പുലർച്ചെ 4:30 ഉറുഗ്വായ് വേഴ്സസ് വെനിസ്വല പോരാട്ടം. പിന്നെ 5:30 അർജൻറ്റീന വേഴ്സസ് കൊളംബിയ പോരാട്ടം. 6:15 ബ്രസീൽ വേഴ്സസ് പരാഗ്വേ പോരാട്ടം. 7 മണിക്ക് പെറു വേഴ്സസ് ഇക്വഡോർ പോരാട്ടം. എല്ലാം രാവിലെ, പുലർച്ചെയും രാവിലെയുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം. നിലവിൽ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ പോരാട്ടം നടക്കുകയാണ്. മെസ്സിയും ലൂയിസ് ഡയസും ഒപ്പത്തിനൊപ്പമാണ്. 6 വീതം ഗോളുകളാണ് രണ്ടുപേരും നേടിയിട്ടുള്ളത്. 5 ഗോളുകൾ അടിച്ചുകൊണ്ട് ഡാർവിൻ ന്യൂനസും എന്നർ വലൻസിയയും മിഗ്വൽ ടെറസോർസും അതുപോലെ തന്നെ റാഫിഞ്ഞയും നിൽക്കുന്നുണ്ട്. സോ അവിടെയും പോരാട്ടം നടക്കുന്നു എന്നർത്ഥം. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഹമേസ് റോഡ്രിഗസ് കൊളംബിയൻ വെറ്ററൻ താരം 5 അസിസ്റ്റുകളുമായിട്ട് ഒന്നാമതാണെങ്കിൽ വെനിസ്വലയുടെ എഫേഴ്സൺ സൊറ്റെൽഡോ 4 അസിസ്റ്റുകളുമായിട്ട് രണ്ടാമതാണ്. എൻസോ ഫെർണാണ്ടസും ലിയോ മെസ്സിയും മാക്സിമിലിയാനോ അറൗഹോയും മോയിസസ് കൈസേഡയും നിക്കോളാസ് ഡിലാക്രൂസും നെയ്മർ ജൂനിയറും റോബർട്ടോ ഫെർണാണ്ടസും ഒക്കെ 3 വീതം അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.